തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗത്വ രജിസ്ട്രേഷൻ പരിശീലന യോഗം നടത്തി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ബോർഡ് ചെയർമാൻ എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജില്ലയിലെ ജനപ്രതിനിധികളെയും 38 പഞ്ചായത്തുകളിലെയും 3 നഗരസഭകളിലെയും ചുമതല വഹിക്കുന്ന ജീവനക്കാർ എന്നിവർക്കായി അംഗത്വ രജിസ്ട്രേഷൻ പരിശീലന യോഗം നടത്തി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ബോർഡ് ചെയർമാൻ എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഒന്ന്, നമ്മുടെ ഈ പദ്ധതി ആരംഭിക്കുന്നത് നിയമമുണ്ടാകുന്നത് 2005-ലാണെങ്കിലും 2006-ൽ 200 ജില്ലകളിൽ ആരംഭിച്ച് 2008-ഓടെ രാജ്യത്തെ എല്ലാ ജില്ലകളിലും പദ്ധതി പ്രാവർത്തികമായി. നമ്മുടെ നിയമത്തിൽ തന്നെ അതിൻ്റെ പ്രിയാമ്പിൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഗ്രാമീണ മേഖലയിൽ തൊഴിലെടുക്കാൻ സന്നദ്ധതയുള്ള പ്രായപൂർത്തിയായ ഒരാളുള്ള കുടുംബത്തിന് പ്രതിവർഷം ഏറ്റവും കുറഞ്ഞത് 100 തൊഴിൽ ദിനങ്ങൾ നൽകി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തും. അപ്പം ഇത്രയും കൃത്യതയോടെ ഒരു തൊഴിലാളി പക്ഷ നിയമം രാജ്യത്താദ്യമായി ഉണ്ടാകുന്നത് ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമാണ്. മറ്റ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഉണ്ടാക്കിയിട്ടുള്ള ഒരു തൊഴിൽ നിയമത്തിലും ഇത്ര കൃത്യമായ ഒരു നിർവചനം ഇല്ല. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വിജയൻ അധ്യക്ഷത വഹിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി സംസാരിച്ചു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എ ലാസർ, NREGS ജില്ലാ ITP പി മുരളീധരൻ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ജില്ലാ ക്ഷേമനിധി ഓഫീസർ ആൻഡ് NREGS ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ TT സുരേന്ദ്രൻ സ്വാഗതവും ജില്ലാ എഞ്ചിനീയർ അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.